തെരഞ്ഞെടുപ്പ് ഏതായാലും ഏപ്രിൽ 26-ാം തീയതി ഒറ്റ ടേമെന്ന നിലയിൽ കേരളത്തിലുടനീളം നടത്താൻ തീരുമാനിച്ച വിവരം പുറത്തു വരികയുണ്ടായി. ഏതാണ്ട് പ്രതീക്ഷിച്ച സമയം തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് 23-ാം തീയതിയായിരുന്നു യഥാർത്ഥത്തിൽ പോളിംഗ് നടന്നത്. സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം 23 എന്നുള്ളത് 26 ആയിരിക്കുന്നു. 3 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ പഴയ തീയതിയിൽ നിന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമത്തായ രീതിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിലായിരുന്നു. ഇനിയുള്ള 10-40 ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികളാണ്. ഒന്ന് LDF ആണ്, മറ്റൊന്ന് UDF ആണ്. BJP അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യൻ പ്രധാനമന്ത്രി 10 സീറ്റ് കിട്ടും, 2 അക്ക നമ്പറിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവും.